2, 3, 4. 1, 2, 3, 4. Hello. അടിപൊളി. Thank you. Fun way. Thank So you. much Thank of you. energy. Thank you. Zumba. What Zumba. a fun way to lose weight. റിയലി ആനി ലൈക്ക് എത്ര നാളായി ആനി ഇൻസ്ട്രക്ടർ ആയിട്ട്? ഞാൻ 1 year ആയിട്ടുള്ള ഇൻസ്ട്രക്ടർ ആയിട്ട്, Okay. ബട്ട് ഞാൻ 4 വർഷമായിട്ട് പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഈ സ്റ്റുഡൻസിന് എന്ത് വ്യത്യാസം കാണുന്നത് സൂംബ ചെയ്ത? മെയിൻ ആയിട്ടും അവരുടെ മനസ്സിനാണ് ഏറ്റവും കൂടുതൽ സന്തോഷം. ബോഡിക്കല്ല, ബോഡിക്കും അല്ല, ബോഡിക്കും മൈൻഡിനും എല്ലാത്തിലും. ഓക്കെ. ബോഡിക്ക് എന്ന് പറയുമ്പോ മസിലൊക്കെ ടോണ്ടായി, വെയിറ്റ് ഒക്കെ കുറഞ്ഞ്, ഫാറ്റ് ലോസ്, വെയിറ്റ് ലോസ് എല്ലാം അതിൽ വരും. ഓക്കെ. അപ്പോൾ ക്ലാസ്സിൽ വരുന്ന സ്റ്റുഡൻസ് റിപ്പീറ്റ് ചെയ്യാറുണ്ടോ എന്ന് വെച്ചാൽ അവർ കണ്ടിന്യൂ ചെയ്യാറുണ്ടോ? അവർ കണ്ടിന്യൂ ചെയ്യാറുണ്ട്. അത് നല്ല ക്ലാസ് ആണെങ്കിൽ ഞാൻ മാക്സിമം അവരെ ഹോൾഡ് ചെയ്യാൻ വേണ്ടി പല പല പുതിയ മ്യൂസിക് ആഡ് ചെയ്യും. ഇപ്പോൾ അങ്ങനെ നമ്മൾ ഹിന്ദി സോങ്സും തമിഴ് സോങ്സും അങ്ങനെ യൂസ് ചെയ്യാറില്ല. പക്ഷേ നമ്മളത് ആഡ് ചെയ്ത് അവരെ ഒന്ന് ഹോൾഡ് ചെയ്ത് ഫണ്ണാക്കും, ഹാപ്പി ആക്കും. എന്താ ഒരു സൂം ഇൻസ്ട്രക്ടർ ആവാൻ തോന്നാൻ കാരണം എന്താ? മെയിൻ ആയിട്ടും ഡാൻസ് ആണ്. എനിക്ക് ഡാൻസ് ഭയങ്കര ഇഷ്ടമാണ്. പാട്ടും ഇഷ്ടമാണ്. പാട്ടും ഡാൻസും ഇഷ്ടമാണ്. ഐ മീൻ വേറൊരു എക്സസൈസിൽ ആക്ച്വലി ഇങ്ങനെ പാട്ടും ഡാൻസ് ഋതം ഒന്നും കമ്പൈൻഡ് അധികം ആവണില്ലല്ലോ. മിക്ക എക്സസൈസിലും എക്സസൈസ് ആണല്ലോ അല്ലേ? അതെ. ഫൺ എലമെന്റും അതേപോലെ കാർഡിയോ എലമെന്റും എല്ലാം കൂടി ഒരുമിച്ച് വരുന്നത്. അതാണ് ഇതിന്റെ ഒരു ഫൺ തെറാപ്പി ആയിട്ട് കണ്ടാൽ മതി. ഇതൊരു വർക്ക്ഔട്ട് ആയിട്ട് കാണാതെ ഇതിനൊരു ഫൺ തെറാപ്പി ആയിട്ട് കണ്ടാൽ മതി. അപ്പൊ മെഡിക്കൽ സൈഡിൽ നോക്കുമ്പോൾ അല്ലാതെ വേറെ ബെനിഫിറ്റ്സ് പിന്നെ ഒരുപാട് ബെനിഫിറ്റ്സ് ഉണ്ട്. ഇതിപ്പോ ഈ PCOS പോലെയുള്ള ഹോർമോണൽ പ്രോബ്ലത്തിനൊക്കെ ഭയങ്കര നല്ല സൂംബ. കാരണം എന്താ വെച്ചാൽ അവരുടെ ഹോർമോൺ നോർമൽ ആകുമ്പോൾ അവരുടെ പീരിയഡ്സ് കറക്റ്റ് ആയിട്ട് വരും. അപ്പോൾ ഓവുലേഷൻ കറക്റ്റ് ആയിട്ട് വരും. ഒരു ഫെർട്ടിലിറ്റീനെ ഹെൽപ്പ് ചെയ്യും. പിന്നെ ജനറലി അവരുടെ ബോഡി പോസ്റ്ററൊക്കെ മാറുമ്പോൾ അവരുടെ സെൽഫ് എസ്റ്റീമും കോൺഫിഡൻസും മാറുന്ന കാരണം അതിന്ന് തന്നെ നല്ല ഡെവലപ്മെന്റ്. സോ താങ്ക് യു സോ മച്ച്. താങ്ക് യു. നെക്സ്റ്റ് സെഷൻ നമുക്കും കയറണം കേട്ടോ. അത് കയറാം. ഓക്കെ രാം, അപ്പം നമുക്ക് നമ്മളിപ്പം ആസ് എ ഗൈനക്കോളജിസ്റ്റ്, സെക്ഷൽ മെഡിസിൻ സ്പെഷ്യലിസ്റ്റ്, ഇൻഫെർട്ടിലിറ്റി സ്പെഷ്യലിസ്റ്റ്, ഞാൻ കാണുന്ന പ്രശ്നത്തിലൊരു മെജോറിറ്റി പ്രോബ്ലം നമ്മൾ നേരത്തെ പലതിലും ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. റിപ്പറ്റേഷനാണെന്നറിയാം, ലൈഫ് സ്റ്റൈൽ തന്നെയാണ്. ഇപ്പോൾ വ്യായാമം ഇല്ലാത്തത്, വെയിറ്റ് കൂടുന്നത്, ഹോർമോൺ ഇംബാലൻസ്, ഇതൊക്കെയാണല്ലോ പ്രശ്നം. അപ്പം അതിന് നമുക്ക് വെയിറ്റ് കുറയ്ക്കാമെന്നൊക്കെ പറഞ്ഞാൽ ഭയങ്കര ഡിഫിക്കൽട്ടാണ് ആളുകൾക്ക്. കാരണം എക്സസൈസ് ചെയ്യുന്നത് ജനറലി പെയിൻഫുള്ളാണ്. ഈവൻ സമയം കണ്ടുപിടിക്കാൻ ബുദ്ധിമുട്ടാണ്. ചെയ്ത് കഴിഞ്ഞാൽ ആദന വേദന പ്രശ്നങ്ങൾ. പക്ഷേ സൂംബയൊക്കെ ചെയ്ത് വേദന ഉണ്ടാവില്ല കേട്ടോ. ഒന്ന് സെക്കൻഡ് തിങ് എന്താണെന്ന് വെച്ചാൽ നമ്മളൊരു സംഭവം ചെയ്യുമ്പോണ്ടല്ലോ, ആ ചെയ്യുന്നത് നമ്മൾ എൻജോയ് ചെയ്ത് ചെയ്താൽ നമ്മളത് കണ്ടിന്യൂ ചെയ്യാൻ സാധ്യത കൂടുതലാണ്. നമുക്കതൊരു ഹോബി പോലെ ഫോം ചെയ്യും. അപ്പോൾ സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ ഞാൻ എന്താ പറയുക സെക്സിസ്റ്റായിട്ട് പറയുമല്ല, പക്ഷേ ജനറലി ഡാൻസ് മൂവ്സ് ഭയങ്കര ഹെൽപ്ഫുള്ളാണ്. പ്രത്യേകിച്ച് ഇപ്പോൾ ഈ സെക്ഷുവാലിറ്റിയുടെ പ്രശ്നം, ഇൻഫെർട്ടിലിറ്റിയുടെ പ്രോബ്ലം പറയുമ്പോൾ നമുക്ക് നമ്മുടെ റീപ്രൊഡക്റ്റീവ് ഓർഗൻസ് ഒക്കെ ഇരിക്കുന്നത് പെൽവിസിലാണ്. അപ്പോൾ ജനറലി ഹിപ്പ് മൂവ്മെൻറ്റ്സ് വരുന്ന എക്സസൈസുകൾ, അതിപ്പോൾ സൂംബ മാത്രമല്ല കേട്ടോ, പല ഡാൻസ് ഫോംസ് ഉണ്ട്. ഇപ്പം നമ്മൾ എടുത്തു നോക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഭരതനാട്യം, മോഹിനിയാട്ടം, കഥകളി ഏതെടുത്താലും, അല്ലെങ്കിൽ ഇപ്പോൾ ഒഡീസ എടുത്ത്, ഇതിലെല്ലാം നന്നായിട്ട് സ്പൈനും ഹിപ്പിനും ഉണ്ട്. പിന്നെ ലാറ്റിൻ ഡാൻസ് ഉണ്ട്, ഈ സാൽസ ബച്ചാത്ത ഇതൊക്കെ. അപ്പം ഇത് നമുക്ക് കൂടുതലും റിപ്രൊഡക്റ്റീവ് ഓർഗൻസ്, യൂട്രസും ഓവറിക്കൊക്കെ നല്ല ബ്ലഡ് സർക്കുലേഷനും മസാജും ഒരു ഡീടോക്സിഫിക്കേഷനും എല്ലാം കുറേ പോയിന്റ്സ് ഉണ്ട്. ന്യൂറോളജിക്കൽ സർക്കുലേഷൻ എല്ലാം എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഹോർമോൺ നോർമലൈസേഷൻ, മെൻ്റൽ റിലാക്സേഷനൊക്കെ ഹിപ്പ് മൂവ്മെൻറ്റ്സ് നല്ലതാണ്. ഭരതനാട്യത്തിൽ നമ്മൾ പോസ്റ്റർ എടുത്തു കഴിഞ്ഞാൽ അരമണ്ഡലം, എങ്ങനെ അരമണ്ഡലം എന്നറിയോ? രാമനറിയോ? ഇല്ലേ? പിന്നെ അരമണ്ഡലം ഇങ്ങനെ 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 നമ്മളിങ്ങനെ ഇരിക്കുമ്പോൾ നമ്മളുടെ പെൽവിസ് ശരിക്കും പറഞ്ഞാൽ ഫുള്ളി ഓപ്പൺ ചെയ്യുക, നമ്മുടെ പെൽവിക് മസിൽസ് എല്ലാം ആക്ടിവേറ്റഡ് ആവുകയാണ്. ഈവൻ ഡെലിവറിക്ക് പോലും ഇത് ഹെൽപ്ഫുള്ളാണ്. ഇപ്പം സ്ത്രീകൾക്ക് ആർക്കും പ്രസവിക്കാൻ പറ്റുന്നില്ല, എല്ലാവരും സിസേറിയൻ ചെയ്യാണ്. ദാറ്റ്സ് ബിക്കോസ് നമുക്ക് മൂവ്മെൻ്റ് ഇല്ല. നമ്മൾ ഡോക്ടർമാരെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല, കൊച്ചിറങ്ങി വരണ്ടേ അതിൽ കൂടെ. അപ്പം പെൽവിസ് മൂവ്മെൻറ്റ്സ് ഇതിനും സെക്ഷുവാലിറ്റിക്കും ഭയങ്കര ഇമ്പോർട്ടൻ്റാണ്.
ഇപ്പോൾ ഈ വജാനിസ്മസ് ബന്ധപ്പെടുമ്പോൾ ഉള്ള വേദന എന്നൊക്കെ പറഞ്ഞ് ഒത്തിരി പേര് വരുന്നുണ്ട്. അപ്പോൾ ഈ പെൽവിസ് ഓപ്പൺ ആയാലല്ലേ ആ കാര്യങ്ങളൊക്കെ പെയിൻ ഇല്ലാണ്ട് നടക്കുകയുള്ളൂ. പ്ലസ് നമ്മുടെ ഇമ്മ്യൂണിറ്റി ഇല്ലേ, ഇമ്മ്യൂണിറ്റി ബ്ലഡ് സർക്കുലേഷനുമായിട്ട് കണക്റ്റഡാണ്. ഇപ്പോൾ എൻഡോമെട്രിയോസിസ്, ഫൈബ്രോയിഡ്, ഈവൻ ക്യാൻസേഴ്സ് അല്ലെങ്കിൽ PCOS, ഇതെല്ലാം നമ്മുടെ ഇമ്മ്യൂൺ റിലേറ്റഡാണ്. നന്നായിട്ട് ബ്ലഡ് സർക്കുലേഷൻ പോയ ഇമ്മ്യൂണിറ്റി ബെറ്റർ ആയി കഴിഞ്ഞാൽ ഈ കണ്ടീഷൻസൊക്കെ ഒന്ന് വരാതിരിക്കും. രണ്ടാമത് നമുക്ക് കുറയ്ക്കാനോ കൂടാതിരിക്കാനോ പറ്റും. സോ പ്രിവെൻഷനും ഉണ്ട്, നമുക്ക് ക്യൂറും ഉണ്ട്. ഇപ്പോൾ ഭരതനാട്യം പറഞ്ഞ പോലെ തന്നെ വേറെ എന്തായിരുന്നു ഞാൻ പറഞ്ഞത്, ലാറ്റിൻ ഡാൻസിൽ സാൽസ ഉണ്ട്, ബച്ചാത്ത ഉണ്ട്, കിസുംബ ഉണ്ട്. എൻ്റെ തമാശ എന്താണെന്ന് വെച്ചാൽ ഹിപ്പ് മൂവ്മെൻറ്റ്സ് ഓരോന്നിലും ഡിഫറെൻ്റ് ആണ്. ഇപ്പോൾ സാൽസയിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓക്കെ 1 2 3 5 6 7 കൗണ്ട്. ഇതിൽ വെയിറ്റ് ഷിഫ്റ്റ് വരും. വെയിറ്റ് ഷിഫ്റ്റ് വരുമ്പോൾ നമ്മളുടെ പെൽവിസ് ടിൽറ്റ് ആവണം. അതായത് 1 2 3 5 6 7. അപ്പോൾ നമ്മുടെ പെൽവിസ് കംപ്ലീറ്റ്ലി വെയിറ്റ് ഈ കാലിലേക്ക് ഇടുന്നുള്ളൂ, അത് ഡാൻസ് ആവും. ഈ കാലിലേക്ക് ഇട്ടു വെയിറ്റ്, ഡാൻസ് ആയി. 1 2 3 ഇങ്ങനെ വന്നു, 5 വെയിറ്റ് ഇങ്ങോട്ട് ഇട്ടു, ഇത്. അപ്പോൾ ഈ ഹോൾ ഡാൻസിൽ നമ്മൾ കണ്ടു കഴിഞ്ഞാൽ തോന്നുമോ സിമ്പിളാണെന്ന്. ഹോൾ ഡാൻസിൽ നമ്മൾ വെയിറ്റ് ഷിഫ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുക ത്രൂ ഔട്ട് ദ ഡാൻസ്. ഇതൊരു മണിക്കൂറൊക്കെ ചെയ്ത് കഴിയുമ്പോണ്ടല്ലോ നിങ്ങൾക്ക് വേറെ ഒരു എക്സസൈസും വേണ്ട. ഇത് ഫ്രണ്ടിലേക്ക് ബാക്കിലേക്ക് വെയിറ്റ് ഷിഫ്റ്റ്. ബച്ചാത്ത എന്ന് പറയുന്ന ഡാൻസ് ഫോം 1 2 3 4 രാമിനെ അറിയാലോ, രാം കളിക്കണതല്ലേ. 1 2 3 4 ആണ്. 5 6 7 8 ബച്ചാത്തയിൽ ഹിപ്പ് സൈഡ് ടു സൈഡ് മൂവ്മെൻ്റ് ആണ്, ഫിഗർ ഓഫ് 8ഉം വരയ്ക്കും. അപ്പോൾ വെയിറ്റ് ഷിഫ്റ്റ് 1 2 3 4 ടാപ്പ്, 5 6 7 ടാപ്പ്. അപ്പോൾ ഇതിനകത്ത് 1 2 3 ടാപ്പ്, 5 6 7 ടാപ്പ്. അപ്പോൾ ഹിപ്സിന് നല്ല എക്സസൈസ് കിട്ടും. അപ്പം ഞാൻ പറയുകയാണെങ്കിൽ നമ്മുടെ ലേഡീസ് ഇപ്പോൾ ഇങ്ങനെയുള്ള ഏത് പ്രായമായാലും നോക്കരുത്, അവർക്ക് ഇഷ്ടമാണെങ്കിൽ എക്സസൈസ് എന്നുള്ള നിലയിൽ ഡാൻസ് പഠിക്കണം. ക്ലാസിക്കലായാലും നാടനായാലും വെസ്റ്റേൺ ആയാലും ഒന്നും കുഴപ്പമില്ല. ലേൺ സംതിങ്, ഹാവ് ഫൺ ആൻഡ് ബി ഹെൽത്തി. അതുമല്ലാന്നുണ്ടെങ്കിൽ യോഗ അല്ലെങ്കിൽ താഴ്ച ചെയ്യാം അല്ലേ? ഇത് എന്ത് വേണമെങ്കിലും ചെയ്യാം. ഇത് ഇനിയിപ്പോൾ ക്ലാസ്സിൽ പോയി പഠിക്കാൻ പറ്റില്ലെങ്കിൽ വീട്ടിലിരുന്ന് പഠിക്കാം. ഇപ്പോൾ വീഡിയോ ഒക്കെ ഇട്ട് ചെയ്യാം, ഓൺലൈൻ ക്ലാസ്സുകൾ ചെയ്യാം, എങ്ങനെ വേണമെങ്കിലും പഠിക്കാം. പണ്ടത്തെ പോലെ നമുക്ക് ഇതൊന്നും ആക്സസ് ഇല്ല എന്ന് പറയാൻ ഇപ്പോൾ പറ്റില്ല.